ആ ഗീതേ, ആ നീ എങ്ങോട്ടാ ഈ ബക്കറ്റും പായും ഒക്കെ ആയിട്ട്? തൊഴിലുറപ്പല്ലേ? ആ അതിനെന്തിനാ പായേ? ഓ ഒന്നും പറയണ്ട. ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നില്ലെന്നേ. അതിനെ നിന്റെ വീട്ടിൽ മുണ്ടശല്യം ഉണ്ടോ? വീട്ടിലത്തെ കാര്യമല്ല പറഞ്ഞു, പിന്നെ എവിടുത്തെ കാര്യം പറഞ്ഞേ? പണിക്ക് പോയിടത്ത് തുണി വിരിച്ച് കിടന്നു. ഓ. പക്ഷെ പുതിയ സ്ഥലമാണേ, ഓ ഉറക്കം വന്നില്ല, ശരിയായില്ല. ആ അപ്പൊ ഇന്നൊരു പായ അവിടെ കൊണ്ട് വെച്ചേക്കുവാണെങ്കിൽ കിടക്കാൻ അവിടെ എന്നാ പണി? ഒരു മാസത്തെ പണിയുണ്ടെന്നേ. ഒരു മാസത്തെ പണിയോ? അപ്പോൾ ഒത്തിരി 8-10 ഏക്കർ സ്ഥലം കാണുമല്ലോ. 8-10 ഏക്കർ സ്ഥലമോ? ആ 8-10 ഏക്കർ സ്ഥലം ഉണ്ടേ 30 ദിവസം കൊണ്ട് പണി തീരുവോ? ഓ, ഇത് 10 സെന്റ്. 10 സെന്റോ? ആ അവിടെ എന്നാ പരിപാടി അതിനകത്ത്? അതിനകത്ത് കുളംകുത്ത്. കുളംകുത്തോ? ആ ആ കുളംകരയ്ക്കും ഉണ്ടോ നിൻ്റെ കൂട്ടത്തിലെ? അവരെ കാണുന്നില്ലല്ലോ. ആരെ? കുളംകരയ്ക്ക്. ഓ അറിയാ പറഞ്ഞു പോയാ. നിൻ്റെ ഒരു തലവനുണ്ടല്ലോ ഇതിലേക്ക് മെയിനായിട്ട് നിൽക്കുന്നൊരു ചേച്ചി. അത് ചേച്ചിയല്ലേ? ആ ചേച്ചിയുണ്ട്. അവരെവിടെയാ പോയേക്കണേ? എവിടെയും പോയില്ലല്ലോ, തൊഴിലുറപ്പിന്റെ അടുത്തേക്ക് വരും. ഓ അല്ല, അവരുണ്ടെങ്കിൽ ആ കുളമൊക്കെ ശരിയാക്കി ഇന്ന് കലക്കാൻ പറ്റുള്ളൂ. അതൊന്നും അല്ല, അവര് നല്ല പണിയെടുക്കുന്ന ആളാ. ഞങ്ങൾക്ക് അവിടെ വൈകുന്നേരം വരെ ഇരിക്കണ്ടേ, എങ്ങനെയെങ്കിലും സമയം. ഈ 10 സെന്റ് സ്ഥലം പണിയെടുക്കണേ എത്ര പേരാ? ഞങ്ങളൊരു ഗ്രൂപ്പിൽ 15 പേരുണ്ട്. എൻ്റെ ദൈവമേ. അതിനെന്താ? അല്ല ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ രാവിലെ ചെല്ലും, ഫോട്ടോ എടുക്കും. ഈ ബക്കറ്റിനകത്ത് തന്നെ ഇത് ഭക്ഷണമല്ലേ? ഓ ഇത് കുറച്ചേ ഉള്ളല്ലോ. വൈകുന്നേരം വരെ 4 മണി വരെ അവിടെ ഇരിക്കണം നീ. ഓ ഓ അപ്പോൾ ഭക്ഷണം ചെന്ന ഉടനെ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞ് പോയിരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ ഈ പായിട്ട് കിടക്കും. അത് അയ്യോ ഭയങ്കര പണി അതൊക്കെ. അയ്യോ അതൊന്നും. അയ്യോ ആ പറമ്പിലാണ്ട് കല്ലൊന്നും കൊള്ളാതെ നോക്കണേ കിടക്കുമ്പോ. ഒരു തലവണയുടെ എടുത്തോളമല്ലോ. തലവണ കൂട്ടത്തിലുള്ളവര് കൊണ്ടുവരും. ആ ഉണ്ട്. ഓ ഞാനത്തെ പിന്നെ 10-30 ദിവസം അവിടെ കഴിയണ്ടല്ലേ. അപ്പൊ വീട്ടിലോട്ട് വരില്ലേ വൈകുന്നേരം ആകുമ്പോഴൊന്നും? വൈകുന്നേരം ഇഞ്ഞ് പോരും. ഓ ഞാനത് അവിടെ തന്നെ 4 മണി വരെ അവിടെ കഴിച്ചു കൂട്ടിയാൽ മതി. വെറുതെ നമ്മൾ പൈസ വാങ്ങുന്ന ഭയങ്കര കഷ്ടപ്പാടല്ലേ. അയ്യോ നിങ്ങളെ സമ്മതിക്കണം കേട്ടോ, കാരണം വളരെ കഷ്ടപ്പാടാ. ആ കുത്തെന്ന് പറഞ്ഞാലേ കുളം കുത്തുന്നതിന്റെ കുളം കലക്കലുമായിരിക്കും. കുളം കുത്തെന്ന് പറഞ്ഞാൽ വലിയ കുളം കലക്കാൻ പറ്റുന്ന കുത്തല്ല. പിന്നെ എങ്ങനെയുള്ള കുളമാ അത്? ഈ മഴവെള്ളം അതിന് വാഴക്കുഴി പോലെയല്ലേ ഉള്ളൂ. അതാണോ നിങ്ങൾ കുത്തണേ? 15 പേര് കൂടി ഒരെണ്ണ കുത്തണേ? അതെയോ 2 എണ്ണം? 15 പേര് കൂടി ഞങ്ങൾ 10-30 ദിവസം കൊണ്ട് തീർക്കും. ആ മണ്ണ് കൈകൊണ്ട് വാരിയായിരിക്കും മണ്ണൊക്കെ. കൈ കൊണ്ടാ? ആ അല്ലാണ്ട് ഇത്രയും ചെറിയ കുളമല്ലേ, അതുകൊണ്ടായി ചോദിച്ചേ. ചെറിയ കുളമല്ലല്ലോ ഇത്, മഴക്കുഴി കുത്തി കണ്ടിട്ടുണ്ട്. ആ മഴക്കുഴി കുത്തി കണ്ടിട്ടുണ്ട്. ആകെ 10 സെന്റ് സ്ഥലത്താണ് ഒരു മാസം പണിയെടുക്കണതെന്ന് ഓർക്കണം. പണിയെടുക്കാൻ 100 പണി തയ്ക്കണ്ടേ? ആ തയ്ക്കണം. അയ്യോ 100 പണി തയ്ക്കാൻ. പിന്നെ ഒരു മാസം 10 സെന്റിലല്ലാതെ ഒരേക്കറിൽ പോയി പണിയെടുത്ത്. നിങ്ങളുടെ ഈ കഷ്ടപ്പാട് ചിലപ്പോൾ ഗിന്നസ് ബുക്കിൽ വരും കേട്ടോ, കാരണം അത്ര കഷ്ടപ്പാടാ. ഞങ്ങൾക്ക് കഷ്ടപ്പാടുണ്ട്. ഈ ഭക്ഷണം എല്ലാം ചുവന്നോട്ട് പോകണ്ടേ? പിന്നെ ചുവന്നിട്ട് പോകണം. എന്നാൽ ഇത് വല്ല കഴുതാൻ പിടിക്കാൻ വന്നത് ഈ ഭക്ഷണം കൊണ്ടുപോകാനായിട്ട്. ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കാനുള്ളവർ അവരവർ കൊണ്ടുവരും. ഇത് വൈകുന്നേരം വരെ. ഈ ചെറിയ പാത്രം ഇതന്നെ ഇത്ര ചെറിയ പാത്രത്തിൽ കൊണ്ടുപോകണം. രാവിലെ ചെല്ലുന്നേ കഴിക്കണം, 10 മണിക്ക് കഴിക്കണം, ഉച്ചയ്ക്ക് പിന്നെ 4 മണിക്ക്. 3-4 നേരത്തെ ഭക്ഷണം വേണ്ട. ഒരു സമയം പോകുന്നു. ഞാൻ പോട്ടെ. ആയിക്കോട്ടെ.